എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഓർത്തഡോക്സ് സഭയുടെ ക്രിസ്തുമസ് ആഘോഷം ജനുവരി 7-നാണ്. എത്ര പേർക്കറിയാം? അത് നമ്മുടെ നാട്ടിലുള്ള മലയാളം കലണ്ടർ നോക്കിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതല്ലേ, അതുപോലെ തന്നെ ഇവർ പഴയ ജൂലിയൻ കലണ്ടർ പ്രകാരമുള്ള ദിവസമാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത്. അത് ജനുവരി 7-നാണ്. എനിക്കിതിനെക്കുറിച്ച് ഡീപ്പായിട്ട് അറിയത്തില്ല. അറിയാമെന്നുള്ളൊരു കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് ഇടണേ. നമ്മുടെ നാട്ടിലൊക്കെ ഒരു ക്രിസ്തുമസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും മുഴുവൻ ലൈറ്റ് ഇട്ട് DJ സെറ്റപ്പ് ഇങ്ങനെയൊക്കെ ഒരു ലെവലിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഒരു യൂറോപ്യൻ കൺട്രിയിൽ ഈ ഒരു രീതിയിലുള്ള ഒരു ക്രിസ്തുമസ് ആഘോഷം, നിങ്ങൾ ഈ കാണുന്ന ഒരു തീഗോളം ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ ജനനം അന്ധകാരത്തിന്മേൽ വെളിച്ചത്തിൻ്റെ വിജയമായിട്ടാണ് കാണുന്നത്. ഇതുവരെ ഒരു വിശ്വാസമാണ്. ക്രിസ്മസിൻ്റെ തലേന്ന് ഇപ്പോൾ ഈ വലിച്ചെറിയുന്ന ഇലകളൊക്കെ ഉണ്ട്, ഈ ബഞ്ച് ഓഫ് ലീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ പറയുന്നത് ബാത്നിയാക്കെന്നാണ്. അതായത് ക്രിസ്തുമസിൻ്റെ അന്ന് രാവിലെ ഈ പച്ച ഇല വെട്ടി വീട്ടിൽ വയ്ക്കും. അടുത്ത വർഷം ആകുമ്പോഴത്തേക്കും ഇത് ഉണങ്ങി ഈ പരുവാവും. അപ്പോൾ അതിനെ വീട്ടിലോ അല്ലാന്നുണ്ടെങ്കിൽ പള്ളിയിലോ കൊണ്ട് കത്തിക്കും. ഈ ഒരു സമ്പ്രദായം വർഷങ്ങളായിട്ട് നിലനിർന്നു പോകുന്ന ഒരു ആചാരം കൂടിയാണ്. അപ്പോൾ ഇത് ഒരു വിശ്വാസം, അവരുടെ ഒരു വിശ്വാസമാണ്. ഇതൊക്കെ കാണാൻ പറ്റുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇങ്ങനൊരു സംഭവം ഉള്ളതായിട്ടൊന്നും എനിക്ക് അറിയത്തില്ല ഇവിടെ വന്നപ്പോഴത്തേക്കും. അപ്പോൾ കണ്ടപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിൽ ഈ കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. നിങ്ങളുടെ വിലയേറിയ കമൻസ് പ്രതീക്ഷിക്കുന്നു. കാരണം ഇങ്ങനെ ഒരു ഈ ജനുവരി 7-ന് ക്രിസ്മസ് ആഘോഷിക്കുന്നതിനെ പറ്റിയിട്ട് ആദ്യമായിട്ടാണ് അറിയുന്നത്. പിന്നെ ഇങ്ങനെയുള്ള ഒരു സംഭവം. നിങ്ങൾ വീഡിയോസൊക്കെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. കാണാത്തവരിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുക. ശരിക്കും നിങ്ങളുടെ സപ്പോർട്ടാണ് എന്നെപ്പോലുള്ള ആൾക്കാർക്ക് പുതിയ വീഡിയോസ് എടുക്കാനും അത് നിങ്ങളിലേക്ക് എത്തിക്കാനും സാധിക്കുന്നത്. സപ്പോർട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം വരും വീഡിയോകൾ നമുക്ക് കാണാം. പുതിയ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകൾ വരുന്നുണ്ട്. ഓക്കെ.